ആലപ്പുഴയിലെ കുറുവ സംഘവും കുറുവ മോഡലുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ പത്തനംതിട്ടയിൽ നിന്ന് കവർച്ചയുടെ വാർത്ത വരികയാണ്. അവിടെ ഭീതി പരത്തിയത് ബ്ലാക്ക്മാൻ ആണ്. ബ്ലാക്ക്മാൻ ഭീതി പരത്തി മോഷണവും കവർച്ചാശ്രമവും ഒരു പ്രദേശത്തെയാകെ ഭീതിയിലാഴ്ത്തിയ സംഘത്തെ ഒടുവിൽ പത്തനംതിട്ട പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത 2 പേരടക്കം 3 പേരാണ് പിടിയിലായത്. മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് വാച്ചുകൾ, വിലയേറിയ പേർഷ്യൻ പൂച്ചകൾ, റബ്ബർ ഷീറ്റ്, ഇരുചക്ര വാഹനങ്ങൾ. മോഷണത്തിൽ ഇവർക്ക് ചില പ്രത്യേക ഇഷ്ടങ്ങളുണ്ട്. കൗമാരക്കാർ 2 പേരും ഇരുചക്ര വാഹനങ്ങൾ ചൂണ്ടുന്നതിൽ കേമന്മാരത്രേ. ഇരുചക്ര വാഹനം ഏതാണെങ്കിലും പൂട്ടുപൊളിക്കും. ഹാൻഡിലിൽ ശക്തിയായി ചവിട്ടിയാണ് ലക്ഷ്യം കാണുക. കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി രാഗേന്ദ്ര നമ്പ്യാരുടെ വാഹനം മോഷ്ടിച്ചത് നവംബർ 3-ന് എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്ന്. മോഷ്ടിച്ച വാഹനവുമായി സംഘം നേരെ എത്തിയത് പന്തളത്ത്. തുടർന്ന് കീരികുരി സെന്റ് ജോർജ് പള്ളിയുടെ വഞ്ചി കുത്തിത്തുറക്കാൻ ശ്രമിച്ചു. നിരത്തിലെ വാഹനങ്ങളുടെ വരവ് കണ്ടു പിന്നീട് ശ്രമം ഉപേക്ഷിച്ചു മടങ്ങി. സംഘത്തിലെ അംഗങ്ങൾ അപകടകാരികൾ കൂടിയാണ്. എതിർക്കുന്നവരെ ആക്രമിക്കും. കഴിഞ്ഞ ഒരാഴ്ചയായി പന്തളത്ത് ബ്ലാക്ക്മാൻ ഭീതി ഉയർത്തി അഴിഞ്ഞാടുകയായിരുന്നു. സംശയിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡേറ്റാ ബാങ്ക് ഉണ്ടാക്കി കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു പോലീസ്. ഇതിനിടെയാണ് നോർനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരു ഇരുചക്ര വാഹനം മോഷണം പോയത്. ഈ ബൈക്കിൽ കറങ്ങി നടന്നവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് കുറ്റവാളികൾ കൂടി ഉൾപ്പെട്ട സംഘത്തെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. കൗമാരക്കാരെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്ത പോലീസുകാരോട് ഇവർ മോശമായും പ്രകോപനപരമായുമാണ് പ്രതികരിച്ചത്. കുറ്റകൃത്യങ്ങളിൽ ഇവരുടെ പങ്കാളിത്തം കൃത്യമായി തിരിച്ചറിഞ്ഞ പോലീസ് കാര്യങ്ങൾ അറസ്റ്റിൽ എത്തിച്ചു. മോഷ്ടിച്ച വാഹനവുമായി ഒളിച്ചിരുന്ന പന്തളത്തെ ഒരു വീട്ടിൽ നിന്നും സാഹസികമായി സംഘത്തെ കീഴ്പ്പെടുത്തി. ഇതിനിടെ പോലീസുകാരെ ആക്രമിച്ച് കടക്കാനും ശ്രമമുണ്ടായി. പന്തളം കുരമ്പാല സൗത്ത് തെങ്ങുവിളയിൽ അഭിജിത്താണ് സംഘത്തിലെ പ്രധാനികളിൽ ഒരുവൻ. എറണാകുളം, തൃപ്പൂണിത്തുറ, കോട്ടയം, മാവേലിക്കര, നോർനാട് തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ വാഹനമോഷണത്തിന്റെ കേസുകളുണ്ട്. അഭിജിത്തിന്റെ പേരിൽ പോക്സോ കേസും നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ അഭിജിത്തിനെ റിമാൻഡ് ചെയ്തു. കുറ്റവാളികളെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി.